എന്താണ് റിപ്പബ്ലിക് ഡേ? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പൊ എന്താണ് റിപ്പബ്ലിക് ഡേ എന്ന് പറയുമ്പോൾ പലർക്കും പല പല ഉത്തരങ്ങളും, അല്ലെങ്കിൽ ചിലവർക്ക് അറിയാതിരിക്കാം, അറിയുന്നവരും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും എല്ലാവരും ഫോളോ ചെയ്യണം. യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം. സോ ലെറ്റ്സ് ടേക്ക് പബ്ലിക് ഒപ്പീനിയൻ. ജനുവരി 26 പ്രത്യേകത എന്താ? റിപ്പബ്ലിക് ഡേ. എന്താണ് റിപ്പബ്ലിക് ഡേ എന്ന് അറിയോ? പെട്ടെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവായിരിക്കും. എന്നാലും ട്രൈ ചെയ്ത് നോക്കി. കിട്ടുന്നില്ലേ? ഓക്കെ, ഞാൻ ഒരു ഹിന്റ് തരാം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദിവസമാണ്. എഴുതിയതാണ്. നിലവിൽ വന്ന ദിവസമാണ് ജനുവരി 26. 1950 നിലവിൽ വരുന്നത്. അന്നത്തെ ദിവസം എല്ലാ വർഷവും ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് നടക്കും. അത് ആരാ ഹോയിസ്റ്റ് ചെയ്യണമെന്ന് അറിയോ? പ്രസിഡന്റ്. അറിയാം. ചുമ്മാ ഹിച്ചതാണ് അറിയാമായിരുന്നില്ലേ? എവിടെ വെച്ചിട്ടാണെന്ന് അറിയാം? റെഡ് ഫോർട്ട്, രാജ്പഥിന്റെ ആ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ഇതാക്കുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ റെഡ് ഫോർട്ടിൽ വെച്ചിട്ട് മാർച്ചിങ് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ പുതിയ അറിയാല്ലേ, ഒരു മിസ് ചെയ്ത ഒരു ഓർമ്മ തിരിച്ചു കിട്ടിയില്ലേ? ജനുവരി 26 പ്രത്യേകത എന്താ? റിപ്പബ്ലിക്. എന്താണ് റിപ്പബ്ലിക് ഡേ എന്ന് അറിയോ? എന്താന്നറിയാ? സ്വാതന്ത്ര്യമല്ലേ, വേറെ സംഭവം. എന്താന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ ഓർമ്മ കിട്ടുന്നില്ല അല്ലേ? നമ്മുടെ ഭരണഘടന നേടിയിട്ടില്ലേ, ഇന്ത്യൻ ഭരണഘടന, അത് നിലവിൽ വന്ന ദിവസമാണ് ജനുവരി 26. ഏത് വർഷം എന്നറിയോ? 1950. ഇപ്പൊ നമ്മൾ എല്ലാ വർഷവും റിപ്പബ്ലിക് ഡേക്ക് ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് നടക്കുമല്ലോ. അപ്പൊ അത് ആരാണ് നിർവഹിക്കുന്നതെന്ന് അറിയോ? അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് ചെയ്യാറെന്ന് അറിയോ? അല്ല, പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് രാജ്പഥിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് നടത്തുക. പെട്ടെന്ന് നോക്കുമ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. എന്താണ് റിപ്പബ്ലിക് ഡേ അറിയോ? അറിയാറുന്നു അല്ലേ? പെട്ടെന്ന് വെച്ചപ്പോൾ കിട്ടുന്നില്ല അല്ലേ? അറിയില്ല. എന്നാന്ന് അറിയോ? 26 ഇയർ അറിയോ? ലൈക് റിപ്പബ്ലിക് ഡേ സ്റ്റാർട്ട് ചെയ്ത ഇയർ? കറക്റ്റ്, 1950 പക്ഷെ എന്താന്ന് അറിയില്ല അല്ലേ? നമ്മുടെ ഇന്ത്യൻ അതെ, കണ്ട, നിലവിൽ വന്ന ദിവസമാണ് 1950 ജനുവരി 26. അപ്പോൾ ആരാണ് ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ വരും, റിപ്പബ്ലിക് ഡേ ഒക്കെ വരുമ്പോൾ നമ്മൾ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യല്ലോ. ആരാണ് റിപ്പബ്ലിക് ഡേക്ക് ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യാറെന്ന് അറിയോ? കറക്റ്റ്, രാഷ്ട്രപതി. എവിടെ വെച്ചിട്ടാന്ന് അറിയോ? രാജ്പഥി വെച്ചിട്ടാണ്. നമ്മളിങ്ങനെ കുറെ പേര് മാർച്ചൊക്കെ ചെയ്തിട്ട് ഇത്തവണ കേരളയും ഉണ്ടെന്നൊക്കെ പറഞ്ഞ ന്യൂസിലൊക്കെ കാണാറുണ്ടോ? അത് കഴിഞ്ഞിട്ട് വീണ്ടും വരാൻ പോണെന്നൊക്കെ പറഞ്ഞ ന്യൂസ് ഉണ്ടായിരുന്നോ? ഇല്ലല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പൊ കിട്ടിയില്ലേ? പെട്ടെന്ന് ചോദിച്ചപ്പോ കിട്ടുന്നില്ല അല്ലേ? ഓക്കെ, ശരി. ജനുവരി 26 പ്രത്യേകത എന്താ? ജനുവരി 26 റിപ്പബ്ലിക് ഡേ. എന്താണ് റിപ്പബ്ലിക് ഡേ എന്ന് അറിയോ? റിപ്പബ്ലിക് ഡേ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായ ദിവസമാണ്. അതെ, എഫക്റ്റീവ്ലി വന്ന ദിവസം എന്നാണ്. ഓക്കെ, ഡ്രാഫ്റ്റ് ചെയ്ത ഇയറും ഡേറ്റ് ഒക്കെ അറിയോ? ഡ്രാഫ്റ്റ് ചെയ്ത ഇയറും ഡേറ്റ് 1951 ആണ്. അല്ല, 1950 ആണ്. 50 ആണല്ലേ? ഇത് ലൈക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലെങ്കിൽ അടുത്ത് എവിടെയെങ്കിലും കേട്ടതാണോ? അല്ല, പണ്ട് പഠിച്ചതിന്റെ ഒരു ഓർമ്മ പറഞ്ഞു. അതാ 1950-51 എങ്ങാൻ സംഭവം ഇയർ ആണെന്ന് അറിയാമോ? ആരാണ് ആ സമയത്ത് ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യാറുള്ളത്? ബി ആർ അംബേദ്കർ ആണോ? അല്ല, എല്ലാ വർഷവും നമ്മൾ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് നടക്കല്ലോ ജനുവരി 26. രാഷ്ട്രപതി ഭവനിൽ. ആരാ ചെയ്തതെന്ന് അറിയോ? ആദ്യമായിട്ട് ചെയ്തതോ എല്ലാ വർഷവും? അല്ല, എല്ലാ വർഷം ആരാണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. വെറുതെ തെറ്റ് പറയേണ്ട ആവശ്യമില്ല, അറിയത്തില്ല. പ്രസിഡന്റ് ആണ് ചെയ്യുന്നത്. രാജ്പഥില് പ്രസിഡന്റ് ആണ് ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നത്. ഡ്രാഫ്റ്റ് ചെയ്ത ആരാന്ന് അറിയാം? ലൈക്ക് ആ ഒരു കമ്മിറ്റി ഹെഡ് ചെയ്ത ആരാന്ന് അറിയാം? ബി ആർ അംബേദ്കർ ആണ്. അറിയാലേ? ജനുവരി 26 പ്രത്യേകത എന്താണ്? എന്താ റിപ്പബ്ലിക് ഡേ എന്ന് അറിയോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോ നമ്മൾ ചോദിക്കുമ്പോ ഓർമ്മ വരുന്നൊന്നുമില്ല. അറിയെങ്കിൽ പറഞ്ഞാൽ മതി. ക്ലൂ തരാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ടത്, ഇന്ത്യൻ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് 26. അപ്പൊ ആരാണ് അതിന്റെ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യണമെന്ന് അറിയോ? അല്ല, ഞാൻ ചോദിച്ചത്
ഇയർലി റിപ്പബ്ലിക് ഡേയുടെ ആ സമയത്ത് ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യണ ആരാന്ന് അറിയാവുന്ന? ലൈക്ക് നമ്മുടെ പ്രസിഡന്റ് ആണോ പ്രൈം മിനിസ്റ്റർ ആണോ എന്ന് ഞാൻ ചോദിച്ചത്. പ്രസിഡന്റ് ആണ്. BR അംബേദ്കർ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്, ആളെ ഡ്രാഫ്റ്റ് ഒക്കെ ചെയ്തത് ആളാണ്. അത് കറക്റ്റ് ആട്ടോ. ഇത് നമ്മുടെ പ്രസിഡന്റ് ആണ് ഫ്ലാഗ് ഹോയിസ്റ്റിംഗ്. രാജ്പഥിലാണ് ഈ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് നടക്കുന്നത്. ഇത് മനസ്സിലായല്ലേ? പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയില്ല. അത് ശരിയാണ്. ജനുവരി 26 പ്രത്യേകത എന്താ? ഒന്ന് ആലോചിച്ചാ മതി. റിപ്പബ്ലിക് ഡേ. എന്താ റിപ്പബ്ലിക് ഡേ എന്നറിയോ? നാഷണൽ എന്തോ മീറ്റിംഗ് അത് ചെയ്തപ്പോ അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു നാഷണൽ ശരി, ഞാൻ ഹിന്ദി തരാം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഡെമോക്രസി ആണോ? ചെറുതായിട്ടൊക്കെ അതിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഡെമോക്രസി ആണെങ്കിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നിലവിൽ കോൺഗ്രസ് ഫോം ചെയ്ത അതല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലേ, അത് ഫോം ചെയ്ത് അത് എഫക്റ്റീവായി വന്ന ദിവസം. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ ഇന്ത്യൻ ഭരണഘടന, അത് പഠിച്ചിട്ടുണ്ടല്ലേ? പക്ഷെ പെട്ടെന്ന് അതുകൊണ്ട് പറ്റുന്നില്ല അല്ലെ? ഏത് വർഷം എന്നറിയോ? ജനുവരി 26. 1956. അല്ല, കുറച്ചുകൂടി താഴോട്ട് ഒന്നും കൂടി താഴോട്ട്. അല്ല, 50യാ. 1950. ബാക്കി എല്ലാ വർഷവും പറഞ്ഞു 50 ഒഴിച്ച്. അപ്പൊ ഈ എല്ലാ വർഷവും ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് നടത്താറുണ്ട്. അത് ആരാ നടത്താറെന്ന് അറിയോ? പ്രസിഡന്റ് ആണ് നടത്താറ് രാജ്പഥിൽ. ഓക്കെ, ഇനി മറക്കരുത്. എവിടേക്ക് എന്തൊക്കെ അറിയാം അല്ലേ? എല്ലാം കൂടെ കൊണ്ട് കുഴച്ച് പരുവത്തിലായി പഠിച്ചു വെച്ചേക്കറില്ലേ? ഓക്കെ, ശരി.